പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. അടുത്തിടെ നടന്ന പഞ്ചാബിലെ ഒരു കോൺഗ്രസ് മീറ്റിംഗിൽ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി നടത്തിയ ചില പ്രതികരണങ്ങൾ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിലെ ജാട്ട് സിഖ് ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദളിത് വിഭാഗത്തിന്റെ ശബ്ദമായി ചന്നി മാറുന്നതാണ് യോഗത്തിൽ കണ്ടത്. എന്താണ് ആ മീറ്റിംഗിൽ സംഭവിച്ചത്? ചന്നിയുടെ ലക്ഷ്യം എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പഞ്ചാബ് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എപ്പോഴും നിയന്ത്രിച്ചിരുന്നത് ജാട്ട് സിഖ് വിഭാഗക്കാരായ നേതാക്കളാണ്. പ്രതാപ് സിംഗ് ബജ്വ, അമരീന്ദർ സിംഗ് തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയാക്കിയത് ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം പരാജയപ്പെടുകയും ചെയ്തു. ദളിത് മുഖ്യമന്ത്രിയായിരുന്ന തന്നെ പാർട്ടിക്കുള്ളിലെ ചില ജാട്ട് സിഖ് നേതാക്കൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലെ കോൺഗ്രസ് ഭവനിൽ നടന്ന യോഗത്തിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പരാമർശങ്ങളുടെ പേരിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വയുമായി ചന്നി നേരിട്ട് കൊമ്പ് കോർക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ പാർട്ടിയെയാണ് തകർക്കുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ഉയർന്ന സ്ഥാനത്തെത്തുന്നത് പലർക്കും ദഹിക്കുന്നില്ല എന്നതായിരുന്നു ചന്നിയുടെ പ്രധാന വിമർശനങ്ങളിലൊന്ന്. ചന്നിയുടെ ഈ വാക്കുകൾ യോഗത്തിൽ വലിയ ബഹളത്തിന് കാരണമായതായും നേതാക്കൾ തമ്മിൽ പരസ്യമായി വാക്കേറ്റം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദളിത് വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ അവരെ ഉപയോഗിക്കുകയും അധികാരം പങ്കിടുമ്പോൾ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയാണ് പാർട്ടി പിന്തുടരുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ദളിതുകൾക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, NSUI അധ്യക്ഷൻ തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങളെല്ലാം ജാട്ട് സിഖ് വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബിലെ 32% വരുന്ന ദളിത് വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമമായിട്ടാണ് ചന്നിയുടെ ഈ പുതിയ നീക്കത്തെ രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം പാർട്ടിക്കുള്ളിൽ തഴയപ്പെടുന്നു എന്ന തോന്നൽ ചന്നിക്കുണ്ട്. അതിനാൽ തന്നെ തന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു നീക്കമായും ചന്നിയുടെ ഈ നീക്കത്തെ കാണാം. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ജാതി ഒരു വലിയ ഘടകമാണ്. ജാട്ട് സിഖ് ഇതര വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അത് ആം ആദ്മി പാർട്ടിക്കോ BJPക്കോ ഗുണകരമാകും. അതിനാൽ തന്നെ ചരൺജിത് സിംഗ് ചന്നിയുടെ ഈ വിമർശനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചന്നി നടത്തുന്ന ഈ പോരാട്ടം പഞ്ചാബ് രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.